ഇന്ന് ഞാൻ ആരും പുറത്തു പറയാത്ത ഒരു രഹസ്യം ഇവിടെ പങ്കുവയ്ക്കാൻ പോവുകയാണ്. ഇത് എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവർക്കും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പറ്റുന്ന കാര്യമാണ്. ഞാൻ നേരിട്ട് കണ്ട ഒരു അനുഭവം കൂടി ഇവിടെ പങ്കുവയ്ക്കുന്നതായിരിക്കും. ഈ ചാനലിൻ്റെ പേര് 60+ ക്രേസി എന്നാണ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഒരുപാട് മിടുക്കന്മാരെയും മിടുക്കികളെയും കണ്ടിട്ടുണ്ട്. അവരുടെ കഴിവുകൾ സാധാരണക്കാരിൽ നിന്നും എത്ര വ്യത്യസ്തം. അവർ സംസാരിക്കുന്ന രീതി, അവരുടെ പെർഫോമൻസ്, ശരിയാണോ? നിങ്ങൾക്ക് അറിയാവുന്ന ഈ മിടുക്കരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇങ്ങനെയായി? ജനിച്ചപ്പോഴേ അവരെങ്ങനെ ആയിരുന്നു? അതാണ് ഇന്നത്തെ വിഷയം. ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞ ഒരു അനുഭവം ഇവിടെ പങ്കുവയ്ക്കാം. ഞാൻ KLM റോയൽ ഡച്ച് എയർലൈൻസിൻ്റെ IT മാനേജറായിട്ട് വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ ബോസ് ഒരു ഡച്ചുകാരൻ, വളരെ കഴിവുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മീറ്റിങ്സും അദ്ദേഹത്തിൻ്റെ സംസാര രീതിയും എല്ലാം വളരെ വിശിഷ്ടമായിരുന്നു. ഒരു ദിവസം ആംസ്റ്റർഡാമിൽ കേരളത്തിൻ്റെ ഹെഡ് ഓഫീസിൽ ഒരു പ്രസൻറ്റേഷൻ നൽകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒരു ബോർഡ് റൂമിൽ. അപ്പം ഞാനും എൻ്റെ ബോസും ആംസ്റ്റർഡാമിലെത്തി, സ്കിപ്പോൾ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് തന്നെ ഫ്രഷായി. ഈ മീറ്റിംഗ് തുടങ്ങുന്നത് 10:30-ക്കാണ്. പക്ഷെ രാവിലെ ഏകദേശം 6:45 നമ്മൾ ആ ബോർഡ് റൂമിലെത്തി. അവിടെ ഒരു റിഹേഴ്സൽ നടത്തി. എൻ്റെ ബോസ് ഏത് കോർണറിലാണ് നിൽക്കേണ്ടത്, ആ റൂമിൻ്റെ എല്ലാ വശത്തു നിന്നും സംസാരിച്ചാൽ കേൾക്കാൻ പറ്റുമോ, ലൈറ്റ് എങ്ങനെയാണ് മുഖത്തടിക്കുന്നത്, പിന്നെ പ്രസൻറ്റേഷൻ്റെ ട്രയൽ സ്ലൈഡ് പ്രൊജക്ടർ ശരിയാണോ, ഇതെല്ലാം റിഹേഴ്സൽ ചെയ്തു. ഇതെനിക്ക് അതിശയമായിരുന്നു. അപ്പം ഞാൻ ഒരു പ്രസൻറ്റേഷനോ ഇങ്ങനെയൊക്കെ പോകുമ്പം ഇങ്ങനെ ചെയ്തിട്ടേ ഇല്ല. എന്നിട്ട് 10:30-ക്ക് മീറ്റിംഗ് തുടങ്ങിയപ്പം നമ്മൾ ഒന്നും അറിയാത്ത രീതിയിൽ ആ പ്രസൻറ്റേഷൻ അവതരിപ്പിച്ചു. അത് വളരെ ഗംഭീരമായിരുന്നു. ഇതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ കഴിവുള്ള വ്യക്തികളെ അവർ പെർഫോം ചെയ്യുന്ന കാണാറുണ്ട്. ഓടുന്നതാകാം, PT ഉഷ തൊട്ട് ഫുട്ബോള്, റൊണാൾഡോ, നമ്മുടെ PV സിന്ധു, ഇവരെല്ലാം അതികഠിനമായി പരിശീലിച്ച വ്യക്തികളാണ്. നമ്മൾ അവരുടെ പരിശീലനം കാണുന്നതേ ഇല്ല. നമ്മൾ വിചാരിക്കുന്നു അവരെത്ര മിടുക്കർ. ശരിയാണ്, നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ സമൂഹത്തിൽ മണ്ടന്മാരോ മണ്ടികളോ അല്ല ഉള്ളത്, മടിയന്മാരും മടിച്ചികളുമാണ് ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ശരിയല്ലേ? നമുക്ക് ഇതുപോലെ കഠിനമായി പരിശീലിച്ചുകൂടി നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പേര് ശ്രദ്ധിക്കാം. PV സിന്ധു രാവിലെ 7 തൊട്ട് 12 വരെ പരിശീലിക്കുന്നു. 5 മണിക്കൂർ പരിശീലിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് വീണ്ടും പരിശീലനം തുടരുന്നു. ഇതെങ്ങനെ പറ്റുന്നു? പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതി, അദ്ദേഹത്തിൻ്റെ വ്യായാമ രീതികൾ, അദ്ദേഹം ഉറങ്ങുന്നത്, അദ്ദേഹം 1.5 മണിക്കൂർ വെച്ച് 5 തവണ ഉറങ്ങുന്നു. അപ്പം നമ്മളെക്കാട്ടിലും എത്ര വ്യത്യസ്തമാണ് അവർ പരിശീലിക്കുന്ന രീതികൾ. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ അവരുടെ പെർഫോമൻസ് മാത്രമേ കാണുന്നുള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം. ജന്മനാ മിടുക്കരോ മിടുക്കികളോ അല്ല മനുഷ്യർ. അവർ കഠിനമായി പ്രത്യേക രീതിയിൽ പരിശീലിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നിങ്ങൾക്ക് ഏത് ലക്ഷ്യത്തിലെത്തണോ കഠിനമായി പരിശീലിക്കുക. നിങ്ങളെ ഒരു ശക്തിക്കും തടയാൻ പറ്റുകയില്ല. ഈ ചാനലിൻ്റെ പേര് 60+ ക്രേസി എന്നാണ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളുമായി, നമ്മുടെ കുട്ടികളുമായി എല്ലാം ഈ വീഡിയോ പങ്കുവെക്കുക, ഈ കാര്യം പറയുക. ആൻഡ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. വീണ്ടും ഇതുപോലൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. നമസ്കാരം.